ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു സ്കൂൾ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ക്ലീനിങ്ങും ടേബിൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമ്മുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിളാണ് മെയിനായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത്, വേറെ അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല, ഓർഗനൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫാൻ ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി ഫാനാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ് നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ യൂസൊന്നും വേണ്ടല്ലോ, കാരണം വിൻ്ററാണ്, അപ്പോൾ പിന്നെ വേണ്ട. അപ്പോൾ സ്കൂൾ ബുക്കും ഈ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തള്ളി കയറ്റി ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ. അതൊക്കെ മാറ്റി വേറൊരു ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇതാണ് ബുക്കും, റഫ് ബുക്കും പിന്നെ സ്കൂൾ ബുക്കും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വീട്ടിലിരുന്ന ബുക്കൊക്കെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ ബോക്സ് കേട്ടോ, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ ഇതിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, നേരത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ വന്നിട്ട് അന്നയാണ്. അപ്പോൾ അന്നയുടെ ഓരോ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. പണിയുണ്ടായിരുന്നില്ല, ഞാൻ നേരത്തെ ഇങ്ങനെ കുറച്ചായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഇങ്ങനെ വന്നേക്കുന്നതാണ്, വലിയ പണിയുണ്ടായില്ല. പിന്നെ ഈ ഒരു ബൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഒരു സാധനങ്ങൾ ഇങ്ങനെ ചെരുപ്പ് പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാരണം വേറെ സ്ഥലമുണ്ട്, പക്ഷേ ഞാൻ മറന്നു പോകും. പിന്നെ ടേബിൾ ക്ലീൻ ആക്കാനായിട്ട് ഞാൻ മറന്നില്ല കേട്ടോ. അപ്പോൾ ടേബിൾ ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ ക്ലീൻ ആക്കിയതാണ്, അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല, എന്നാലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കപ്പിൽ ഈ ഒരു പെൻസ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി പേനാക്കിയിട്ടുണ്ട് കേട്ടോ, കാരണം അതിങ്ങനെ തിങ്ങിയിരുന്നിട്ട് വേഗം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം എടുക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് പേന മാത്രം ആക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ട കുറച്ച് സാധനങ്ങൾ, സെല്ലോ ടാപ്പ്, കത്രിക, അങ്ങനെ കുറച്ച് പെൻസില് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷ് പെൻ ഞാൻ ബാൻഡ് കെട്ടി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഒന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം കൊണ്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ടേബിളിൽ വേറെ കാര്യങ്ങളൊന്നും വെച്ചിട്ടിരുന്നില്ല, കാരണം ആ ഒരു സംഭവം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു പെൻസിലൊക്കെ ഇട്ട് വയ്ക്കുന്ന സംഭവം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനിങ്ങനെ വെച്ച് വരുമ്പോഴേക്കും എന്തായാലും കുറേ സാധനങ്ങൾ ഇങ്ങനെ വെക്കും. പിന്നെ ബെലവിറ്റയുടെ സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമാണത്. അപ്പോൾ പിന്നെ ഇതാണ് എൻ്റെ ബാഗ് ഞാൻ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് 7th സ്റ്റാൻഡേർഡിൽ കേട്ടോ. അപ്പോൾ ഇതിലൊരു റെയിൻ കോട്ട് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ഇത് മഴ നനയാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് ഇട്ടൊക്കെ നോക്കിയതാണ് കേട്ടോ, ഞാനത് ഇടത്തില്ല. അപ്പോൾ പിന്നെ റഫ് ബുക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.